റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കടകളിൽ വിൽക്കുന്ന പഴത്തിലും പച്ചക്കറിയിലും ഗുരുതരമായ അളവിൽ കീടനാശിനി സാന്നിധ്യം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ച 202 സാമ്പിളുകളിൽ 43 എണ്ണത്തിലും അളവിൽ കൂടുതൽ കീടനാശിനി കണ്ടെത്തിയിരിക്കുകയാണ്. വെണ്ടയ്ക്ക, വഴുതനങ്ങ, കത്തിരിക്ക, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, പയർ തുടങ്ങി 12 ഇനം പച്ചക്കറികളിലാണ് അമിതമായ അളവിൽ കീടനാശിനി പ്രയോഗം കണ്ടെത്തിയിരിക്കുന്നത്. ആപ്പിൾ, സപ്പോട്ട, മുന്തിരി, പേരയ്ക്ക, ഓറഞ്ച് തുടങ്ങി 8 ഇനം പഴവർഗ്ഗങ്ങളിലും ഗുരുതരമായ അളവിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. നമുക്ക് അതിന്റെ ഉള്ളടക്കത്തിലേക്ക് എത്താം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് ആദ്യം തന്നെ കടക്കുന്നത്. സേഫ് ടു ഈറ്റ് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തിയത്. വിഷാംശം അടങ്ങിയിട്ടുണ്ട്, കീടനാശിനി അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ പച്ചക്കറികളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റേ സേഫ്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ ജീവന് ഹാനി ഉണ്ടാക്കുന്നതാണോ എന്ന് അറിയാതെ അവയെല്ലാം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് കുറെ കാലമായി. നമ്മൾ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യണം, മട്ടുപ്പാവിൽ കൃഷി ചെയ്യണം, അടുക്കളത്തോട്ടം വേണം എന്നൊക്കെ പറയുന്നത് ഈ കീടനാശിനികളിൽ നിന്ന് ഒന്ന് സുരക്ഷ തേടുന്നതിന് കൂടിയാണ്. പക്ഷേ ഇപ്പോൾ വരവ് പച്ചക്കറിയാണ് കൂടുതലും, അല്ല എങ്കിൽ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ തന്നെ അമിതമായി കീടനാശിനി പ്രയോഗിക്കുന്ന പച്ചക്കറിയാണ് കൂടുതലും നമ്മുടെ കടകളിലേക്ക്, ചന്തകളിലേക്ക് വരുന്നത് എന്നതാണോ ഈ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഏതൊക്കെ പച്ചക്കറികൾ, ഏതൊക്കെ പഴങ്ങൾ ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ വിഷാംശമുള്ളതായി, കീടനാശിനി കലർന്നതായി കണ്ടെത്തിയിരിക്കുന്നു? സുജയ, ഗുഡ് ഈവനിങ്. മലയാളിയെ സംബന്ധിച്ച് പേടിപ്പെടുത്തേണ്ട ഒരു റിപ്പോർട്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ കടകളിൽ നിന്ന് 3 ജില്ലകളിലെ കടകളിൽ നിന്ന്, കൊല്ലം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലെ കടകളിൽ നിന്ന് ശേഖരിച്ച പഴം പച്ചക്കറി പരിശോധന നടത്തിയപ്പോഴാണ് ഗുരുതരമായ അളവിൽ ക്യാൻസറിന് കാരണമാകുന്ന തരത്തിലുള്ള കീടനാശിനികളുടെ ഉപയോഗം കടകളിൽ വിൽക്കാനിരിക്കുന്ന പച്ചക്കറികളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. 202 സാമ്പിൾ പരിശോധിച്ചപ്പോൾ 43 എണ്ണത്തിലും അളവിൽ കൂടുതലുള്ള കീടനാശിനി സാന്നിധ്യമാണ് കണ്ടെത്തിയത്. ഇതിൽ പച്ചക്കറികളിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് പരിചയമുള്ള ഒരു കടയിലാണ്. ഈ ജില്ലകളിലെ കടയോ അല്ലെങ്കിൽ ഈ കടയോ ആ പട്ടികയിൽ വരുന്ന ഒരു കടയല്ല. നമുക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പച്ചക്കറി കട വേണം എന്ന നിലയിൽ മാത്രം നിന്നതാണ്. ഈ കത്രിക്കയിൽ, നമ്മൾ ഈ കാണുന്ന കത്രിക്കയിൽ കീടനാശിനിയുടെ അളവ് കൂടുതലാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം വഴുതനങ്ങയിൽ, ഒപ്പം പച്ചമുളകിൽ, പയറിൽ, വെണ്ടക്കയിൽ, ഉരുളക്കിഴങ്ങിലെല്ലാം കീടനാശിനിയുടെ അളവ് അമിതമായ രീതിയിലാണ് മലയാളി ഉപയോഗിക്കുന്നത് എന്നതാണ് റാൻഡമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പഴവർഗ്ഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആപ്പിള്, സപ്പോട്ട, മുന്തിരി, പേരയ്ക്ക, ഓറഞ്ച് തുടങ്ങി നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന പഴവർഗ്ഗങ്ങളിലും അമിതമായ തോതിലുള്ള കീടനാശിനിയുടെ ഉപയോഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓരോ 3 മാസം കൂടുമ്പോഴും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താറുണ്ട്. ഓരോ 3 മാസവും വ്യത്യസ്ത ജില്ലകളാണ് എടുക്കുക. ഇത്തവണ എടുത്ത ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പരിശോധനയിലാണ് മലയാളിയെ ഞെട്ടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്നത് വിഷമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു പരിശോധനാ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് മറികടക്കാൻ എന്താണ് ചെയ്യുക എന്ന കാര്യം ആലോചിക്കുകയാണ് എന്നതാണ് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചത്. മിക്ക തവണയും പ്രശ്നങ്ങളാണ് ഈ പരിശോധന നടത്തുമ്പോൾ, മിക്ക സാധനങ്ങളിലും പ്രശ്നങ്ങളാണ് എന്ന കണ്ടെത്തലാണ് അവർക്കുമുള്ളത്. ഇതിൽ പ്രശ്നങ്ങളില്ല, അതായത് കഴിക്കുന്നതിൽ ഇവർ നടത്തിയ പരിശോധനയിൽ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയ ചില ഐറ്റങ്ങൾ കൂടിയുണ്ട്. കുമ്പളം, ബജിമുളക്, വാഴപ്പഴം, ബീട്രൂട്ട്, പാവയ്ക്ക, ക്യാബേജ്, മത്തൻ, തണ്ണിമത്തൻ, തക്കാളി തുടങ്ങിയവയിലൊന്നും പ്രശ്നമില്ല എന്നും ഇവർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സുജയ.